ഞാൻ അന്ന് പോലീസ് അസോസിയേഷന്റെ മീറ്റിങ്ങിന് മലപ്പുറത്ത് തുടങ്ങുമ്പോൾ എന്നെ വിളിക്കാമെന്ന പോലീസുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിക്കണ്ട. കാരണം ഞാൻ ഒരുപാട് കാലമായി എൻ്റെ നെഞ്ചിങ്ങനെ എന്താ പറയാ തിങ്ങി 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 ഞാൻ വരികയാണ്. പടച്ചവനെ എവിടെയെങ്കിലും കൊണ്ടേ കുത്തിക്കണമല്ലോ, ഈ നാട് കുട്ടിച്ചോറാൻ പോവുകയാണല്ലോ എന്ന എൻ്റെ ചിന്ത അതാണ് ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് ഇത് അലനല്ലൂരാണ്, ഇതിങ്ങനത്തെ ഒരു സദസ്സാണ്, പറഞ്ഞു അതിൽ ക്ഷമിക്കണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും. എനിക്ക് 57 വയസ്സായി, ഒരു 8-10 കൊല്ലം കൂടെയൊക്കെ എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് പോകുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം, ഈ അലനല്ലൂരിലെ നല്ലവരായ മനുഷ്യർ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ വിഷയത്തിലൊക്കെ ഇനിയും നിങ്ങൾ മൗനമാണ് ഭജിക്കുന്നതെങ്കിൽ വളർന്നു വരുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ കുട്ടികളൊന്നും അവിടുന്ന് അങ്ങോട്ട് മേലോട്ടുള്ള തലമുറ, അല്ലെങ്കിൽ അതിനെങ്ങോട്ട് താഴോട്ടുള്ള വരാൻ പോകുന്ന തലമുറ മനസ്സമാധാനത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെഡ്ഡികളുടെ സ്വർഗത്തിലാണെന്ന് എഴുതി വെച്ചു. കേരളത്തിൽ ഇതൊരു വലിയ നെക്സസാ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ഉത്തരവാദിത്തപ്പെട്ട കുറെ ആളുകൾ, ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും BJPയും അതിലിരിക്കുന്ന നേതാക്കന്മാർ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അവർ രാത്രിയിൽ ഒറ്റക്കെട്ടാണ് എന്ന് കേരളത്തിലെ സമൂഹം മനസ്സിലാക്കിക്കോ. നമ്മൾ സിന്ദാബാദ് വിളിക്കുന്നവർ, നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ അതിൽ വിശ്വാസവഞ്ചന നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളാ പരിശോധിക്കേണ്ടത്. ഒരാളെയും ഒരു പാർട്ടിയെയും കുറ്റം പറയുന്നില്ല. നല്ലതിനെ പിന്തുണയ്ക്കുകയും തിന്മയെ എതിർക്കുകയും ചെയ്യുന്ന മലയാളികളാണ് ഈ സംസ്ഥാനത്തുണ്ടായിരുന്നത്. ആരും ആരുടെയും അടിമയാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം തന്നെ എന്താണ്? സ്വയം രക്ഷാബോധമാണ്. നമുക്കൊരു സ്വയം രക്ഷ കിട്ടുമെന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. ആ രക്ഷാബോധം നിങ്ങൾക്കുണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിമർശനം നടത്തണം, നിങ്ങൾ സ്വയം ആലോചിക്കണം. അതാണ് പ്രിയപ്പെട്ട അലനല്ലുകാരോട് പറയാനുണ്ട്. ഈ അലനല്ലൂർ എന്ന പേരിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അലനല്ലൂർ, നല്ലൂർ എന്ന് പറയുന്നത് നല്ലോവർ, നല്ലോർ, നല്ല മനുഷ്യർ അലയടിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് അലനല്ലൂർ. ആ നല്ല മനുഷ്യർ അലനടിക്കുന്ന നാടായി നിങ്ങളുടെ കാക്കക്കാരണവന്മാർ കഴിഞ്ഞു പോയ തലമുറ ഈ നാടിന്റെ മതസൗഹാർദ്ദം എങ്ങനെ കാത്തു സൂക്ഷിച്ചോ, അത് കാത്തു സൂക്ഷിക്കാൻ ബാധ്യതയുള്ള തലമുറയാണ് എന്റെ ശബ്ദം കേൾക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. വ്യാപാരി വ്യവസായികളുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ എന്നോട് അവർ സൂചിപ്പിച്ചു. പ്ലാസ്റ്റിക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കടയിൽ വന്ന് വലിയ ഫൈനുകൾ അടപ്പിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇതെല്ലാം കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് നിയമ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന വ്യാപാരികൾ ഈ പറയുന്ന ഒരു വകുപ്പ് മന്ത്രിക്ക് കീഴിലില്ല. വ്യവസായ മന്ത്രി നാട്ടിലുണ്ട്. അതിൽ വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഒരുപാട് കാലങ്ങളായി വ്യാപാരികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമസഭാ സമ്മേളനത്തിന്റെ ഇടയ്ക്ക് എനിക്ക് 2 വാക്ക് പറയാൻ സമയം തന്നാൽ ഞാൻ പറയാം. അത്ര എനിക്ക് പറയാൻ കഴിയൂ. എന്തായാലും ഇങ്ങനെ ഒരു വ്യാപാര ഉത്സവമൊക്കെ നടത്തുന്നത് നിങ്ങൾക്കറിയാം, കച്ചവടം വളരെ മോശമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് മനുഷ്യന്മാരോട് എന്തെങ്കിലും കച്ചവടം നടത്തിയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുക. എനിക്ക് സത്യത്തിൽ 1 മണിക്കൂർ കൂടി ഇങ്ങോട്ട് പറയണമെന്നുണ്ട്, സമയം അനുവദിക്കുന്നില്ല. എനിക്ക് നിലമ്പൂരിൽ ഇതേപോലെ ഒരു എന്താ പറയുക സാമൂഹ്യ സംഘടന തന്നൊരു വീട് കൈമാറാനുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് അത് പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ 8 വർഷത്തിനിടക്ക് സർക്കാരിന്റെ ഒരു സഹായവുമില്ലാതെ 1300 ചില്ലാനം വീട് നിലമ്പൂർ മണ്ഡലത്തിലെ പാവങ്ങൾക്ക് വിവിധ ആളുകളുടെ സംഘടനകളുടെ സഹായത്തോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഈ ഒരു ചാരിതാർത്ഥ്യം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ എന്താ പറയുക വ്യാപാരി ഉത്സവവുമായി നിങ്ങളെല്ലാവരും സഹകരിച്ച് അവരെ ഇതിൽ ഒരു വ്യാപാരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മാറ്റം, അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.